ചരിത്രത്തിൽ സംഭവിച്ചതൊക്കെ സത്യമാകണമെന്നില്ല. സംഭവിക്കാത്തതോ ചിലപ്പോൾ സത്യത്തേക്കാൾ വലിയ സത്യവും. കാരണം യുദ്ധത്തിൽ സംഭവിക്കുന്നതല്ല സത്യം, മറിച്ച് ജനങ്ങൾ എന്ത് കാണുന്നു എന്നതാണ്. യുദ്ധവും സിനിമയും എന്ന വിഷയത്തിൻ്റെ കഥ തുടങ്ങുന്നതും അവിടെ നിന്നാണ്. 1989 പ്രസിദ്ധീകരിച്ച വാർ ആൻഡ് സിനിമ ദി ലോജിസ്റ്റിക്സ് ഓഫ് പെർസെപ്ഷൻ എന്ന പുസ്തകത്തിലൂടെ ഫ്രഞ്ച് സാംസ്കാരിക സൈദ്ധാന്തികനായ പോൾ വെരലെയോ മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്. യുദ്ധങ്ങളുടെ അനന്തരഫലങ്ങളായി രൂപപ്പെട്ടതല്ല സിനിമ, മറിച്ച് യുദ്ധത്തിനൊപ്പം പരിണമിച്ച് ഒന്നായി മുന്നോട്ട് പോകുന്നവയാണ്. ചരിത്രം നോക്കിയാൽ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ക്യാമറയും മെഷീൻ ഗണ്ണുകളും മുതൽ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങൾ വരെ ഇതിൻ്റെ ഭാഗമായിരുന്നു. സൈനിക സാങ്കേതിക വിദ്യയും ഇമേജ് നിർമ്മാണ സാങ്കേതിക വിദ്യയും ഒരുമിച്ച് വികസിക്കുന്ന ദി ഫെയ്റ്റൽ ഇൻ്റർഡിപ്പെൻഡൻസ് എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. സിനിമ യുദ്ധങ്ങളെ ഒപ്പിയെടുക്കുന്നില്ല, പകരം എങ്ങനെ അതിനെ കാണുന്നു എന്നതിൽ മാറ്റമുണ്ടാക്കി. യുദ്ധങ്ങൾ ലോകത്തെ മാറ്റി, ആ ചരിത്രം നാം എങ്ങനെ ഓർക്കുന്നു എന്നത് സിനിമകളും മാറ്റി. ശത്രുക്കളെ പിന്തുടർന്ന് അതേ സാങ്കേതിക വിദ്യകൾ ചിത്രങ്ങൾ പകർത്താൻ തുടങ്ങി. യുദ്ധം ഒരു മത്സരമായി മാറി, ആയുധങ്ങൾ കൊണ്ടല്ല, അവബോധം കൊണ്ടുള്ളത്. സാങ്കേതിക വിദ്യ യുദ്ധത്തിലേക്ക് നമ്മെ അടുപ്പിച്ചില്ല, പകരം കൂടുതൽ അകറ്റി നിർത്തുകയായിരുന്നു. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ വെറും കാഴ്ചക്കാരായി മാറി. ഫ്രെയിം ബൈ ഫ്രെയിം, ഷോട്ട് ബൈ ഷോട്ട് ഓർമ്മകളിലേക്ക് അത് എഡിറ്റ് ചെയ്യപ്പെട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ കണ്ടത് യഥാർത്ഥ ചരിത്രമാണ്, അതോ സിനിമ നമ്മളെ കാണിച്ച ഒരു കഥയാണ്?